ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി നമ്മളെ യൂസേജിൻ്റെ ഒരു പ്രോഡക്റ്റിനെ പറ്റിയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ടൈമിൽ നമ്മൾ ഈ ചാർജിങ് കേബിൾ ഒരുപാട് പേർക്കുണ്ട്. ഈ ചാർജിങ് കേബിൾ എന്ന് പറയുമ്പോൾ വൈറ്റ് ചാർജിങ് കേബിൾസ് ആണ് കേട്ടോ. ഈ വൈറ്റ് ചാർജിങ് കേബിൾസ് നമ്മൾ നേരിടുന്നൊരു പ്രശ്നമാണ് അഴുക്കാകുന്നത്. ഈ കേബിൾസ് കണ്ടല്ലോ, ഇതൊക്കെ നന്നായിട്ട് അഴുക്കായിട്ടിരുന്നിട്ട് പിന്നെ ഇത് കുറേ കാലം കഴിയുമ്പോഴത്തേക്ക് ഇതിന് ചെറിയ ഡാമേജ് ഉണ്ടായി. ഡാമേജിൻ്റെ ബ്രേക്കായ സമയത്ത് ഞാനത് സ്ഥലമായിട്ട് വെച്ചിട്ട് ഒട്ടിച്ചിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് പുറത്ത് കൊണ്ടുപോകുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അല്ലെങ്കിൽ ഓഫീസിലോ അല്ലെങ്കിൽ ഭയങ്കര ഡേർട്ടായിട്ടിരിക്കും, ഇതിൽ കൂടുതൽ അഴുക്കായിരിക്കും. അത് ചില സമയത്ത് നമ്മൾ എന്തെങ്കിലും വെച്ച് അത് വൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് അത് മാറുമായിരിക്കും, എന്നാലും അതങ്ങനെ വീണ്ടും വരാൻ ചാൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്കതിനെ ഒരു വിധം തടയാൻ കുറച്ചുകൂടെ ഒരു ഭംഗിയെന്ന് പറയാം. അപ്പോൾ അങ്ങനെ അഴുക്ക് പറ്റാതിരിക്കാനായിട്ട് ഞാനൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി തരാം ഗൈസ്. അപ്പോൾ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ് ഐറ്റം. ഇത് കണ്ടോ, ഒരുപാട് സ്പ്രിങ് ആയിട്ടൊക്കെ ഇരിക്കുന്ന കണ്ടോ നിങ്ങൾ. ഇത് സ്പ്രിങ് പോലെ ശരിക്കും പറഞ്ഞാൽ ഇത് മെറ്റലല്ല, ഇതൊരു പ്ലാസ്റ്റിക്കാണ്. ഇത് പല നിറത്തിലുണ്ടായിരുന്നു അവിടെ, പിങ്ക്, ബ്ലാക്ക്, ബ്ലൂ. അപ്പോൾ ഇതേപോലത്തെ ഭയങ്കര ഗ്ലോസി ആയിട്ടുള്ള വെച്ചാൽ ഗ്ലോസി ഫിനിഷോട് ഉള്ളതാണ് കേട്ടോ. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ട് എനിക്ക് ഇതാണ് തോന്നിയത്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് മേടിച്ചു. ഇത് ഇത്രയും പോകുന്ന ഒരു നെറ്റിന് അറൗണ്ട് ഒരു 50 റുപ്പീസായിരുന്നു, അതായത് 50 രൂപയായിരുന്നു. ഇത് 50 രൂപയ്ക്ക് എനിക്ക് വലിയ നഷ്ടമായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റല്ല നമ്മൾ ഈ ഡേറ്റ കേബിൾസ്, പ്രത്യേകിച്ച് വൈറ്റ് ഡേറ്റ കേബിൾസ്. ഈ വൈറ്റ് ഡേറ്റ കേബിൾസ് ഇങ്ങനെ അഴുക്ക് വരുന്നുണ്ട്. എനിക്ക് പിന്നെ ഇത് കണ്ടപ്പോൾ ഇത് മേടിച്ചാൽ കൊള്ളാമെന്ന് തോന്നിയിട്ട് ഞാൻ മേടിച്ചതാണ്. നമ്മുടെ ഓൺലൈനായിട്ടല്ല, നമ്മുടെ ഒട്ടുമിക്ക മൊബൈൽ ഷോപ്പുകളിൽ പോയാലും ഇത് കാണുമായിരിക്കും. ഞാനിത് മേടിച്ചത് നമ്മുടെ ചാലക്കുടിയിലുള്ളൊരു ഷോപ്പിൽ നിന്നാണ്. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ ഇതിലിടുന്നതെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഈ കേബിളല്ലേ, കേബിൾ എടുത്തിട്ട് ഇതിലോട്ട് ഒരിക്കലും നല്ല പാടൊന്നുമില്ല. ഇതുപോലെ ഉള്ളിലോട്ടങ്ങ് കയറ്റി എന്ന് വെച്ചാൽ ചുറ്റി വെച്ച് കൊടുത്താൽ മതിയാവും. ഇത് വേറെ പറയുമ്പോഴത്തേക്ക് ഇത് കുറച്ച് നമ്മുടെ ഈ കേബിളിൻ്റെ ഒരു സൈസ് ഉണ്ടാവില്ല. കാരണം ഈ തിക്നെസ് മാറിയിട്ട് ഇത് കുറച്ചുകൂടെ തിക്നെസ് കൂടുമെന്നുള്ളതായിട്ട് കാണിച്ചു തരാം. ഞാൻ ഫുൾ ചുറ്റാൻ തന്നെ കുറേ സമയമെടുക്കും. കാണാൻ വേണ്ടി കുറച്ചുകൂടെ ഒരു ഗ്ലോസ് ലുക്കിൽ ഞാൻ ആക്കിയായിരുന്നു. പിന്നെ ഇത് ഇങ്ങനെ ചുറ്റാൻ നേരത്ത് നല്ലപോലെ കുറച്ച് ക്ഷമയും കൂടെ വേണം. അത് ഒരു ഫാക്ടറാണ് കേട്ടോ. കണ്ടോ, ഇതുപോലെ ഇരിക്കും. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം, ക്ഷമ നന്നായിട്ട് വേണം. ഞാൻ ഇത്രയും ചുറ്റിട്ട് ഇത്രയും ആയിട്ടുള്ളൂ. ഇതിങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ, താഴെ ഇതും തമ്മിലും കൊണ്ട് വെച്ച് പെട്ടെന്ന് ചുറ്റും. പിന്നെ ഇത് വലിച്ചെടുക്കണം, അതിൻ്റെ ഇടയിൽ കൂടെ ഇതും കൂടെ വേണം. പിന്നെ നല്ല ക്ഷമയുള്ളത് കുറച്ചുകൂടെ ഈസി ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയും സമയം എടുക്കും, പക്ഷേ ഇത് ഇത്രയും സമയം എടുക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കണ്ട. ഇത് കഴിയുമ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയായിരിക്കുമല്ലോ, അത് വേറൊരു കാര്യമാണ്. ക്ഷമ നന്നായിട്ട് വേണം, ഇതില്ലാതെ ഒന്നും നടക്കില്ല. പിന്നെ മെനക്കെടാൻ ആളുകളൊക്കെ പിന്നെ സാരമില്ല. നമ്മൾ പിന്നെ ഇതിങ്ങനെ ചെയ്തിട്ട് അല്ലെങ്കിൽ ക്ഷമയുള്ള ആരെങ്കിലും കൊടുക്കുന്ന ചെയ്യിപ്പിച്ചാലും മതിയാവും. പക്ഷേ ഇങ്ങനെ ഇട്ടാൽ കുറച്ചുകൂടെ ഭംഗി. ഇത് ഇപ്പം തന്നെ കണ്ടില്ലേ. ഞാൻ ബാക്കി കൂടെ ചെയ്യട്ടെ.
ഈ ചുറ്റുന്നു ഞാൻ പറഞ്ഞില്ലേ, അത് ഇതുപോലെയാണ് കേട്ടോ ചുറ്റി വരുന്നത് താഴെ. അപ്പോൾ ഗൈസ് ഞാനിത് ഫുള്ള് ചുറ്റിയിട്ടുണ്ട്. പക്ഷേ ഞാനിത് വേറെ കാര്യം പറഞ്ഞാലേ, ഈ ഒരു പ്ലാസ്റ്റിക്കിൽ ഈ ഒരു പ്രോഡക്റ്റ് ഇതിനേക്കാളും നല്ല ലെങ്ത് ഉണ്ടായിരുന്നു. ഇതിൽ നിന്നും കുറച്ചുകൂടി ലെങ്ത് ഉണ്ടായിരുന്നു, കുറേ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കത്രയൊക്കെ എടുത്തുകൊണ്ട് വെച്ചേക്കുക, അതെന്ന് വെച്ചാൽ ബാലൻസ് വരാണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നോക്കി ഏകദേശം ഇവിടെ എത്താറായപ്പോഴത്തേക്കുണ്ട് തീരുന്നില്ല. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. എന്നുവെച്ചാൽ ഇവിടെ നിന്ന് ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ അയ്യോ ഇനി വേറെ അഡീഷണൽ എല്ലാം വെക്കേണ്ടി വരുമോ. അത് സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ഇവിടെ നിന്ന് ചുറ്റിക്കൊണ്ട് വന്നപ്പോഴത്തേക്ക് നല്ല ഞെരുക്കി കൊണ്ടുവന്നത്. ഇത്രയും ഞെരുക്കല്ല, ആദ്യമേ കുറച്ചൊന്ന് നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചൊന്ന് സ്പേസ് വിട്ടൊന്ന് ചെയ്യുക. അപ്പോൾ നമുക്ക് ഏകദേശം ഇനി അറ്റെത്തുമ്പോഴത്തേക്കും കുഴപ്പമില്ലായിരിക്കും. പക്ഷേ എനിക്ക് ഇവിടെ ഈ ഗ്യാപ്പ് കണ്ടല്ലോ, അതെനിക്ക് ഞാൻ കുറച്ചും കൂടി ഇങ്ങനെ തിരിച്ച് ഇതിന് ഫില്ല് ചെയ്യുന്നുണ്ട്. ഇത് ഇവിടെ കുറച്ച് കിടപ്പുണ്ട്, അതിനെ ഇങ്ങോട്ടൊന്ന് ഫില്ല് ചെയ്താൽ മതി. ഓവറോൾ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ഭംഗിയായിട്ടുണ്ട്. ഇപ്പോൾ ഇനിയിപ്പോൾ ഇത് അങ്ങനെ ഡേർട്ട് ആവുമെന്ന് ആരും വിചാരിക്കുന്നുണ്ട്. ഇനി ആവണമെങ്കിൽ തന്നെ ഈ ഒരു വൈറ്റ് പാർട്ടല്ലേ അവിടെ ആവത്തുള്ളൂ. ഇപ്പോൾ ഇപ്പോൾ നല്ല അടിപൊളി ഭംഗിയായിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇതുപോലുള്ളൊരു പ്രോഡക്റ്റ് നിങ്ങൾ മേടിച്ച് നിങ്ങളുടെ ഡാറ്റ കേബിൾ നല്ല ഭംഗിയായിട്ട് യൂസ് ചെയ്തോളൂ കേട്ടോ. പിന്നെയെന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇത് കൂടുതലിങ്ങനെ വളഞ്ഞത് പെട്ടെന്ന് പൊട്ടാറുണ്ട്. എൻ്റെ ഏകദേശം പൊട്ടിയിട്ടുണ്ട്. ഞാൻ സെല്ലോ ടൈപ്പ് വെച്ചിട്ട് ചുറ്റി വെച്ചിരിക്കുക. പിന്നെ അതൊക്കെ ഒന്ന് ഹൈഡായിട്ട് നമ്മുടെ ഡാറ്റ കേബിൾ നല്ല അടിപൊളി ഭംഗിയാവുകയും ചെയ്യും. അങ്ങോട്ടും ഇങ്ങോട്ട് കൊണ്ടുപോയാൽ നമ്മൾ ബാഗിനകത്ത് കൊണ്ടുപോയിരുന്നത് തന്നെ ഇനി അഴുക്കാകും എന്നുള്ള പേടി ആർക്കും വേണ്ട. അപ്പോൾ എല്ലാവരും ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നത്. അതുവരെ ടാറ്റ ബൈ ബൈ.